ഹലോ ഓൾ, വെൽക്കം ടു സോൾ ട്രെയിൽ സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ യാത്ര UK-ലോട്ടേക്കാണ്. ഇതൊരു 12 days ട്രിപ്പാണ്. കാലിക്കറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലിക്കറ്റ് ദോഹ ടു ലണ്ടൻ. പുലർച്ചെ 3:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ പോകുന്നത് ഖത്തർ എയർവേസിലാണ്. റേക്കാണെങ്കിൽ ഒരു ബ്ലാങ്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. റേനയും കൊണ്ട് ഇത്രയും ലോങ് ഫ്ലൈറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ദോഹ എത്തി. അവിടെ 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫ്രഷായി ഞങ്ങൾ റേനെയും ഫ്രഷാക്കി. ഇവിടുത്തെ ബേബിക്ക് ഫെസിലിറ്റീസ് ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ലോങ് 17 hours ജേണിക്ക് ശേഷം നമ്മൾ മേമേൻ്റെ അടുത്ത് എത്തി. മേമേനെ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പരിചയക്കേടുണ്ട്. ഇത് ഹീത്രോ എയർപോർട്ടിലെ ബസ് സ്റ്റോപ്പിലാണ്. നമ്മൾ അവിടുന്ന് നേരെ ബസ് പിടിച്ച് ബർമിംഗമാണ് പോകുന്നത്. അവിടെയാണ് അമ്മയുടെ സിസ്റ്റർ ഉള്ളത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിന് വെയിറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് 2 hours ബർമിംഗം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ എത്തിയപ്പോൾ ലേറ്റായി. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടയേർഡായി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു അവിടെ. നമ്മളവിടെ 2 days സ്പെൻഡ് ചെയ്തു. അധികം അങ്ങനെ കറങ്ങാനൊന്നും പോയില്ല. ബട്ട് ഓൾമോസ്റ്റ് അവിടെ ചുറ്റുവട്ടത്തൊക്കെ ഞങ്ങൾ കുറേ നടന്നു, വാക്കിനൊക്കെ പോയി. നല്ലൊരു സിറ്റി ആയിരുന്നു. ഹലോ, എവിടെ പോവാ? ഗോയിങ് ടു പ്രസ്റ്റൺ. അങ്ങനെ ഞങ്ങൾ 2 ദിവസം ആൻറ്റീൻ്റെ അടുത്ത് സ്റ്റേ ചെയ്തു. ബാബയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം സ്ട്രെയിൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. അതാണ് ലേക്ക് ഡിസ്ട്രിക്റ്റ്. അതാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ. ഞങ്ങളിപ്പോൾ പ്രസ്റ്റൺ സ്റ്റേഷനെത്തി. ഇവിടെ നിന്നാണ് കാർ റെൻറ്റിന് എടുക്കുന്നത്. അവർ പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വെയിറ്റ് ചെയ്യാണ്. ഇതൊരു 9-seater വാനാണ്. നമുക്ക് ശരിക്കും 7-seater മതിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 ദിവസത്തേക്ക് ഈ വണ്ടി നല്ല സൗകര്യമായിരുന്നു. ഡ്രൈവ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാനാണിത്. ഇവിടുന്ന് ഒരു 3 years ജേർണിയാണ് വരുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക്. പോകുന്ന വഴി നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്ത വീടെത്തി. ഇതാണ് നമ്മുടെ വീട്, കോംസി, ദ ഫ്രണ്ട് 22 ഗേറ്റ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് ആണ് കാണുന്നത്. ഇവിടെ അവർ നമുക്കൊരു പിന്ന് തരും. ആ പിന്ന് അടിച്ചാൽ നമുക്ക് കീ എടുക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. അവിടെ തന്നെ 2 ബെഡ്റൂമാണ് വരുന്നത്, ഒരു കോമൺ ബാത്റൂമും. എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. ബാത്റൂമൊക്കെ നല്ല റെനോവേറ്റഡ് മോഡേൺ ടൈപ്പ് ബാത്റൂം ആയിരുന്നു. പിന്നെ അപ്സ്റ്റേഴ്സ് ഫസ്റ്റ് ഫ്ലോറിൽ പോയാൽ നമുക്കൊരു ഹാളും പിന്നെ അറ്റാച്ച്ഡ് കിച്ചണുമാണ് കാണുന്നത്. സോഫയും ടിവിയും എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് 3ാമത്തെ റൂം വരുന്നത്. അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ കബേർഡിൻ്റെ ഉള്ളിൽ നമുക്ക് വാഷിംഗ് മെഷീനും അപ്പം തന്നെ ഡ്രൈ ചെയ്യാനുള്ള ഡ്രയറൊക്കെ അവൈലബിൾ ആയിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി. നല്ല തണുപ്പുണ്ട്, സൗണ്ട് നല്ല വ്യൂ ആണ്, നല്ല പ്രകൃതി. നമ്മൾ എടുത്തിരിക്കുന്ന Airbnb അല്ലേ, നല്ല റൂംസ് ആണ്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ദൂരെ വിൻമിൽസ് ഒക്കെ കാണാം, കുറേ വിൻമിൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. അവിടെ അധികം ഷോപ്സ് ഒന്നുമില്ല. ആകെ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ ഒരു ഏരിയയിൽ. അങ്ങനെ റെസ്റ്റോറൻറ്റ്സും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ബ്രെഡ്, അങ്ങനത്തെ എഗ്, ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ സിമ്പിൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി കിടന്നുറങ്ങി.
പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് 1 hour ഡിസ്റ്റൻസ് വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണത്, കൊണിസ്റ്റോൺ ബോട്ടിംഗ് സെൻറ്റർ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു പോകുന്ന വഴിയൊക്കെ. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് സെൻറ്റർ എത്തി. അവിടെ ഞങ്ങൾ കാർ പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. റോവിങ് ബോട്ട്, കയാക്കിംഗ്, മോട്ടോ ബോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാം മണിക്കൂറിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. എവിടെ വന്നിരിക്കുന്നത്? നമ്മൾ പക്ഷേ ഇവിടെ നിന്നൊന്നും ബോട്ടിംഗ് സർവീസ് എടുത്തിട്ടില്ല. കാരണം നമ്മൾ വേറൊരു ദിവസത്തേക്ക് ഒരു ക്രൂസ് ഷിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് സൈറ്റ് സീയിങ്ങിന് വന്നു. ഫാമിലി, ഫ്രണ്ട്സ്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. കഫേസ് ഒക്കെ അവൈലബിൾ ആണ്. കോഫി, സ്നാക്സ് ഒക്കെ കിട്ടുന്ന നല്ലൊരു കഫേയും അവൈലബിൾ ആണ് അവിടെ. ഞാനും കൂടി പോട്ടെ. ലേക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക് അതോറിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണിത്. ഇങ്ങനത്തെ ബോട്ട് ഉണ്ട് വലുത്. ഇത് കൊണ്ടുപോകുന്നതാണ്. മഴ പെയ്യുന്നുണ്ടോ? അവിടുത്തെ സീനിക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. അവിടുത്തെ സ്വാനിന് ഭക്ഷണമൊക്കെ കൊടുത്തു. നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ അവിടെ കഫേയിൽ ചെന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവിടെ അടുത്ത് തന്നെ ഒരു ലേക്ക് കണ്ടായിരുന്നു ഞങ്ങൾ. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. അതിനും ടിക്കറ്റ്സ് നമ്മൾ കൊടുക്കണം. അതിനെല്ലാത്തിനും അവിടെ മിഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളവിടെ കോയിൻ ഇടണം. അപ്പം നമുക്ക് The car doesn't apply here, is it? I don't think. I think you possibly need cash. It doesn't say anything about it. Okay. Yes. Big what it is. എവിടെ? ടാൻ ഹൗസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം വരുന്നത് സ്മോൾ ലേക്ക് ബിറ്റ്വീൻ ദ മൗണ്ടൻസ്. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ലേക്കാണിത്. അതായത് 4-5 സ്ഥലത്ത് വെള്ളം ബ്ലോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ലേക്ക്. ഇവിടെ അധികം ആൾക്കാർ വരുന്നത് ഹൈക്കിംഗ്, ട്രക്കിംഗ്, പിക്നിക്കിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഞങ്ങൾക്ക് അങ്ങോട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. തിരിച്ച് പോവാണ്. തീരെ ട്രാഫിക് ഒന്നും ഇല്ലാത്ത നല്ല റോഡായിരുന്നു എല്ലാം. നമ്മുടെ മമ്മിനെ കണ്ട് സ്പൈഡർമാൻ ബോട്ടെവിടെ സ്പൈഡർമാൻ. അപ്പം അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി നല്ല പാസ്തയും പിന്നെ ഗ്രിൽ ചിക്കനും ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ അടുത്ത ദിവസം രാവിലെ നല്ല സൺറൈസൊക്കെ കണ്ടുകൊണ്ട് എണീറ്റു. ആർച്ച രാവിലെ റേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. Mama Papa's dates powder and an apple, fresh apple from Lake District. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വിൻഡർമിയർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ്. ഇവിടുന്ന് ഒരു 1 hour ജേണിയാണുള്ളത്. കാറ് കൊടുക്കുമ്പോ വരും, അവർക്ക് തരും ഫൈൻ അടയ്ക്കാൻ പറയും.
അടുത്തില്ലേ? എന്റെ അടുത്ത് ഇല്ലാത്ത സാധനം, വലിയ വിലേന്റെ സാധനം. എന്താ വേണ്ടേ? അങ്ങനെ ഞങ്ങൾ വിൻഡമിയർ എത്തി. ഇനി ഇവിടുന്ന് ക്രൂസാണുള്ളത്. ക്രൂസിൻ്റെ ടിക്കറ്റ് ഇവിടുത്തെ കൗണ്ടറിൽ നിന്ന് എടുക്കണം. എല്ലാം കൂടി ചൂടെടുക്കും ഇപ്പോൾ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 14 പൗണ്ടാണ് ടിക്കറ്റിന്. ക്രൂസ് വിൻഡമിയർ വലിയൊരു ലേക്കാണ്. ഇതിൽ പല പോയിൻ്റ് ഉണ്ട്. നമ്മൾ ആംബിൾ സൈഡ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രൂസ് എത്താൻ ഇനിയും 1 hour ഉണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പിൽ വന്നിട്ട് അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചാണ്. UK ഒരു ഫേമസ് ഡിഷാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഇല്ല, എത്രയാ വെതർ? 13 UK അമ്മയ്ക്ക് ചൂടാണ്. ആ ജാക്കറ്റ് ഭയങ്കര ചൂടാന്നിട്. അതിട്. അങ്ങനെ നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് നമ്മൾ 2 പോയിന്റ്സിലാണ് നിർത്തുക. അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ തിരിച്ച് ഈ പോയിന്റിൽ തന്നെ എത്തിക്കും. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ലേക്കാണ് വിൻഡമിയർ. 18 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ നീളം വരുന്നത്. വിൻഡമിയറിൽ അധികം കാണാൻ മാത്രമൊന്നും ഉണ്ടായില്ല. അധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഹൈക്കിങ്ങും പിന്നെ ട്രക്കിങ്ങും ഒക്കെ ചെയ്യാനാണ് ആൾക്കാർ അധികം വരുന്നത്. പിന്നെ ലേക്കും നല്ല നീളമുള്ളതുകൊണ്ട് കുറേ ബോട്ടിങ്ങിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ലേക്കാണ് ഇംഗ്ലണ്ടിലെ തന്നെ 2nd ഡീപ്പസ്റ്റ് ലേക്ക്. അപ്പോൾ വിൻഡമിയറിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് തിരിച്ചു പോവുകയാണ്. UK വന്നിട്ട് ആട് 2 കാണുകയാണ് എല്ലാവരും കൂടി. ഇന്ന് നമ്മൾ പോകുന്നത് വോസ്റ്റ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ ലേക്കിലോട്ടാണ്. ഒരു 1 hour ജേണി ആയിരുന്നു ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും ആഴം കൂടിയ ലേക്കാണിത്. ഇവിടെ എത്തിയപ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. വേറെ ഒരു ലോകത്തെത്തിയ ഒരു ഫീലായിരുന്നത്. ഇഷ്ടപ്പെട്ടു. എന്തൊരു ജീവി ഉണ്ട് ഇവിടെ. മറ്റേ പട്ടിയാണ്, ആടറ്റാണ്. സാധിക്കല്ലേ? നമ്മൾ കണ്ടയിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഈ വോസ്റ്റ് വാട്ടേഴ്സ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക്കൽ വേൾഡിലോട്ട് വന്ന മാതിരി തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. വോസ്റ്റ് വാട്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ലേക്കാണ് വോസ്റ്റ് വാട്ടേഴ്സ്. അതിൻ്റെ പുറമെ ഇതിൻ്റെ വെള്ളം വളരെ ക്ലിയർ ആണ്. കാരണം മിനറൽ ഡെപ്പോസിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ. അധികം ആൾക്കാർ ഇവിടെ ഹൈക്ക് ചെയ്യാനൊക്കെയാണ് വരാറ്. പിന്നെ ഇതിൻ്റെ മലകൾ കാണുന്നത് വോസ്റ്റീൽ എന്ന് പറഞ്ഞ മലകളാണ്. മറ്റ് ലേക്കുകൾ പോലെ ഇവിടെ മോട്ടോർ ബോട്ടും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഈ ഒരു ലേക്കിന് നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. കയ്യും കൂടെ ഉള്ള ടൈം Starfish! Starfish! Starfish!
പാട്ടി പോലെ ആയിപ്പോയല്ലേ അതില്. പാവം. അതാണ് ആ ഡ്രസ്സിന്റെ പ്രശ്നം. സ്റ്റാറുമാരി ഇരിക്കേണ്ടി വരും. സ്നോയിലൊക്കെ ശരിക്കും അതുപോലെ ഫോട്ടോ എടുത്തു ആ സ്പോട്ട്. അടുത്ത് നമ്മൾ വോസ്റ്റെയിൽ നാഷണൽ ട്രസ്റ്റ് പാർക്ക് ക്യാമ്പ് സൈറ്റിലോട്ട് പോവാണ്. അവിടുന്ന് ജസ്റ്റ് 2-3 ഹൈക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ കയറണ്ട. അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. താമ്പോ ഞാൻ അവിടെ തന്നെ ഉണ്ട്. ബാഗ് എടുക്ക. അറിയില്ല, ഒന്നും എടുക്കണ്ട. ഒരു തൊപ്പി മതി എന്ന് പറഞ്ഞ. ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പാർക്കിങ്ങിൻ്റെ പൈസ അടച്ചിട്ട് ഇത് വണ്ടി കൊണ്ടുവെക്കണം. വണ്ടിയിൽ ഇവിടെ ക്ലീനെ കണ്ടോ അറിയാ? ഈ ഒരു സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. വെറുതെ കിളിക്കൂടൊന്നുമില്ല, കിളിക്കുള്ള ഫുഡ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ കിളികളും ഉണ്ട്. കിളിക്കൂട്ടിൽ ബേർഡ്സ് നിൽക്കുന്നതിനെക്കാട്ടും ഒരു സന്തോഷം നമുക്ക് ഇത് കാണുമ്പോൾ തോന്നും. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ ഒരു മലേൻ്റെ ടോപ്പിലെത്തും. അവിടെ നല്ല വ്യൂ ആണ്. പക്ഷെ നമ്മൾ കയറുന്നില്ല. റേ ഉള്ളതുകൊണ്ട്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കയറാണ്ടൊക്കെയാണ് തീരുമാനിച്ചത്. കാണുന്നില്ല രണ്ടുപേരും. അപ്പോൾ ഇന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ ചെയ്യുക റൂമിലോട്ട്. പോകുന്ന വഴിക്ക് നമ്മളൊരു കഫേയിൽ നിർത്തി. ഇവിടുന്ന് നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. ഇവിടെ ഇരുന്നോ? റേയാ നമുക്ക് കുളിക്കണോ? ഇപ്പൊ ചാടണ്ട ഇതിനകത്ത് അല്ലേ റേയാ? ചാടണ്ട ഇതിനകത്ത്? നോക്ക് നോക്ക്. കുട്ടിക്ക് കളിക്കാനൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കഫേൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കളിക്കാം. ക്യാഷ് കൗണ്ടറിൽ വണ്ടി പൊട്ടിക്കല്ലേ അപ്പോൾ
ദ സോമിൽ കഫേ എന്നാണ് ഈ കഫേയുടെ പേര്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ മഷ്റൂം സൂപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. റയ നല്ല ടയേർഡാണ്, കിടന്നുപോയി. പിന്നെ എന്തോ ഒരു ടൈപ്പ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് കുറച്ച് മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ വണ്ടി തിരിച്ച് ബസ് സ്റ്റാൻഡിൽ ഏൽപ്പിച്ച് ഇതൊരു ടാക്സി വിളിച്ചിട്ട് പോവുകയാണ്. ഇവിടുന്ന് നേരെ സൂസി മാമൻ്റെ വീട്ടിൽ അവിടെ പോയിട്ട് പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണ് ലണ്ടനിലോട്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ലണ്ടൻ്റെ ആയിരിക്കും. ഇനി അടുത്ത 3-4 ദിവസം ലണ്ടൻ്റെ ആയിരിക്കും. അപ്പോൾ ലണ്ടനിലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ബൈ.